നമ്മൾ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നോക്കാൻ പോകുന്നത് ഈ നാലാമത്തെ, അതായത് പോപ്പുലർ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. പ്രിൻസ്റ്റണിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡോ ഒന്നും കിട്ടത്തില്ല. ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. പ്രിൻസ്റ്റൺ ന്യൂജേഴ്സിയിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ പഠിച്ചിരിക്കുന്നവരെല്ലാം, അതായത് നമുക്കറിയാം നമ്മളുടെ ആമസോണിൻ്റെ സിഇഒ, അതുപോലെ തന്നെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, അങ്ങനത്തെ രണ്ട് പ്രസിഡന്റുമാർ, പിന്നെ കുറേ ഒളിമ്പിക് മെഡലിസ്റ്റ്, അതുപോലെ നോബൽ ലോറൈറ്റ്സ്, അതുപോലെ അവരുടെ ഡിഫൻസ് മിനിസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാവരും മിക്കവാറും പേരും പ്രിൻസ്റ്റണിൽ നിന്നാണ് അവരുടെ ഗ്രാജുവേഷനോ അല്ല അവരുടെ ഡിഗ്രി എടുത്തിരിക്കുന്നത്. സോ ഇതാണ് പ്രിൻസ്റ്റണിൻ്റെ പ്രത്യേകത. പ്രിൻസ്റ്റണിൽ പഠിക്കുന്നത് കോസ്റ്റ്ലിയാണ്, അതായത് വർഷം നിങ്ങൾക്കൊരു 80 ലക്ഷം രൂപ ചെലവ് ചെയ്യേണ്ടി വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. വലിയ ക്യാമ്പസ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. പക്ഷെ നിങ്ങൾ ചെലവാക്കിയാലും നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു 80 ലക്ഷം രൂപ വരെ സാലറി കിട്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. അത്ര ഫേമസ് ആയ ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. അതുപോലെ നിങ്ങൾക്കറിയാം, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇപ്പം അമേരിക്ക, അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് അമേരിക്ക എയ്ഡ് കുറച്ചിരിക്കുന്നു. അപ്പം ഇത് ഒരു 6% പേരെയാണ് ഇവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ. അതിൽ 1.8% ഉള്ളൂ ഇന്ത്യൻ സ്റ്റുഡൻസിനുള്ള ചാൻസ്. സോ അതിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും മറ്റ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് കുറേ പേര് മറ്റ് MIT പോലെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ട്, അവിടെ പോയി തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കും. ഒരു 80 ലക്ഷം രൂപയൊക്കെ മാസം നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുട്ടികളോട് ഞാൻ പ്രിൻസ്റ്റണിൽ പോവാൻ തീർച്ചയായിട്ടും പറയും. പക്ഷേ ലോണൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് പോകുന്നവർ ദയവായിട്ട് മറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. ചില യൂണിവേഴ്സിറ്റികളിലൊന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ എയ്ഡ് കിട്ടും, സ്കോളർഷിപ്പ് കിട്ടും. അങ്ങനത്തെ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് നല്ല മാർക്സ് ഒക്കെ ഉണ്ട്, ഒരു 94-95% 10th 12th ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലറായിട്ട് കുറേ കാര്യങ്ങൾ, അതായത് IIT, നീറ്റ് അല്ലെങ്കിൽ JEE ഇതൊക്കെ ഉണ്ട്. ഒളിമ്പ്യാഡ്സിന് നിങ്ങൾ ചേർന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ എക്സെപ്ഷണൽ പെർഫോമൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളും നോക്കാവുന്നതാണ്. കൂടെ തന്നെ പ്രിൻസ്റ്റൺ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ പ്രിൻസ്റ്റൺ ആയിട്ട് അവർ ഒരു എക്സാമിനേഷൻ പാറ്റേൺ ഉണ്ട്. SAT, ACT എന്ന് പറയുന്നത് സ്കോളസ്റ്റിക് അസസ്മെന്റ് ടെസ്റ്റ്. അതുപോലെ ACTയും അമേരിക്കൻ IB ലീഗിൽ പെടുന്ന കോളേജസിലൊക്കെ പോകുമ്പോൾ അവർ നോക്കുന്ന 2 സ്കോഴ്സാണ് SATയും ACTയും. ഓക്കെ, SAT ആണെങ്കിൽ 800 മാർക്സ് തൊട്ട് 1600 ആണ്. 800 മിനിമം മാർക്ക്, 1600 ആണ് മാക്സിമം മാർക്ക്. അതിൻ്റെ അവർ റീഡിങ് കോംപ്രിഹെൻഷൻ, റീഡിങ്, റൈറ്റിങ്, മാത്സ്, ഇംഗ്ലീഷ് ടെസ്റ്റ് SATക്ക് ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കുട്ടികൾ SAT, IELTS, ഇംഗ്ലീഷ് പ്രൊഫഷൻസിയും മറ്റ് അവരുടെ അതായത് റൈറ്റിംഗ് സ്കിൽസ്, മാത്തമാറ്റിക്കൽ സ്കിൽസ് ഇതിനൊക്കെ അറിയിക്കാൻ വേണ്ടി ഈ സ്കോഴ്സ് എടുത്ത് വെക്കും. മിക്കവാറും യൂണിവേഴ്സിറ്റികൾ ചോദിക്കും SAT അല്ലെങ്കിൽ ACT. കാരണം നിങ്ങൾ കാനഡ, അമേരിക്ക, ഇംഗ്ലണ്ട്, ലണ്ടൻ യൂണിവേഴ്സിറ്റി, ഹാർവേഡ് പോലത്തെ, അപ്പം വിദേശത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതാണ്. SAT, ACT സ്കോഴ്സ് ഒക്കെ ചോദിക്കുന്നതാണ്. IELTS മസ്റ്റാണ്. അപ്പം ഇംഗ്ലീഷ് പ്രൊഫഷൻസി IELTS നോക്കും. ചില യൂണിവേഴ്സിറ്റികൾ നോക്കത്തില്ല. ഇവർ പറയുന്നത് SAT, ACT സ്കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെക്കണം. കൂടെ തന്നെ ഇവരുടെ ടെസ്റ്റും ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കൂട്ട് ഫേമസ് ആയ കുറേ ആൾക്കാർ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റിയാണ്.
നിങ്ങൾക്ക് പഠിച്ചിറങ്ങിയാൽ സാലറി ആയിട്ടൊരു 80 ലക്ഷം രൂപ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറവാണ്, അത് കൈ കിട്ടും. അപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി, വിദേശത്തുള്ള യൂണിവേഴ്സിറ്റി, ഇപ്പം കുറേ കുട്ടികൾ പറയുന്നുണ്ട് വിദേശത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ എന്തായിരുന്നു, ചില യൂണിവേഴ്സിറ്റികൾ SAT ACT സ്കോഴ്സ് അക്സെപ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഐവി ലീഗിൽപ്പെട്ട കുറേ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് കുട്ടികൾ ആദ്യം നിങ്ങളുടെ അക്കാദമിക്സ് മെയിനായിട്ട് നോക്കുക. അക്കാദമിക്സ് നിങ്ങൾക്ക് 10th +2 നല്ല സ്കോറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അക്കാദമിക്സിൽ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങൾ ഏതെങ്കിലും ഒരു ലീഡറായിട്ട് നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ, അത് നമ്മുടെ ക്ലാസ് ലീഡർ അങ്ങനെയല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇപ്പം എക്സിബിഷൻ പോലത്തെ സംഭവങ്ങൾ അത് ലീഡ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഒരു കാര്യത്തിന് എങ്ങനെയാണ്, ഇങ്ങനത്തെ ഒക്കെ ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വെളിയിലത്തെ കോളേജുകൾ നോക്കാവുന്നതാണ്, യൂണിവേഴ്സിറ്റികൾ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികൾ, വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മെയിനായിട്ടും ടോപ്പ് യൂണിവേഴ്സിറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കവർ ചെയ്യുന്നതാണ്. സോ SAT ACT മാൻഡേറ്ററി, ചില യൂണിവേഴ്സിറ്റികൾ മാൻഡേറ്ററി ആയിട്ട് വെക്കുന്നുണ്ട്. IELTS നിങ്ങൾ എടുത്ത് തീർച്ചയായിട്ടും വെക്കണം. എന്നാലേ നിങ്ങളുടെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ എങ്ങനെ, നിങ്ങൾ ഒരു റൈറ്റിംഗ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജിനെ അറിയിക്കാനാണ്. പിന്നെ ACT വരുന്നത് സയൻസ് നോളജ്, അത് സയൻസ് മാത്സ് ഇതെല്ലാം കവർ ചെയ്യും. സോ നിങ്ങൾ SAT ACT IELTS തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്തോളുക. 10th പാസ്സാകുന്ന കുട്ടികൾ തീർച്ചയായിട്ടും +2 കഴിഞ്ഞ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങളിപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പം നമ്മൾ ഇപ്പം കുറച്ച് യൂണിവേഴ്സിറ്റി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറേ യൂണിവേഴ്സിറ്റികളെ കവർ ചെയ്യും. അതുപോലെ ഇതിൻ്റെ November 1 തൊട്ടാണ് ഏർലി ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ എക്സാമുകൾ വരുന്നത്. പിന്നെ മിഡ് ഓഫ് ഏപ്രിൽ മെയ് ആ സമയത്തും റെഗുലർ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് എക്സാമുകൾ വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ അഡ്മിഷൻ ടൈം. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും.